ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വട്ടം മൈൻക്രാഫ്റ്റ് ഇതാ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഹൗസ് ബിൽഡിങ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത്. ഇതാ ഇവിടെ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അതായത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇതാ ഇവിടെ ഈ വാളൊക്കെ നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തു. ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിതാ വാള് ഇവിടെ ഈ സൈഡ് 2 സൈഡ് വൈറ്റ് അടിച്ചു. ഇതാ മേലെ നമ്മൾ ഗ്ലാസ് ഫില്ല് ചെയ്തു. അത്രേ ഉള്ളൂ. ഇവിടെ എന്താ നാച്ചുറൽ ആകും വളരെ ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത്തന്നെ വെച്ചിട്ട് വേറൊരു കുഴപ്പമില്ല. ഇവിടെ അടിപൊളി മരമൊക്കെ ഉണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. അവിടെ വേറെ മരം നമ്മൾ ആകെ ഇതിൽ ചെയ്ത് 3 സൈഡത്തെ വാൾ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ വെച്ചിട്ടില്ല, നമ്മൾ നോക്കണം. പിന്നെ 2 സൈഡത്തും ഗ്ലാസ്സും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പണി തുടങ്ങാം കേട്ടോ. അതായത് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് വൈൻഡ് അപ്പ് ചെയ്തത്. കൊല്ലാലോ. അപ്പാ വരെ പോക്കോട്ടെ. പാവം പോക്കോട്ടെ, വേണ്ട. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെച്ചത് തോന്നുന്നു. ഇത് ആഴ്ചയുടെ സാധനങ്ങളൊക്കെ ഫുള്ളായപ്പോൾ നമ്മൾ കൈയട്ടിയാവുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം എന്തെങ്കിലും കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് മട്ടൻ കഴിച്ച് തുടങ്ങാം. ഓക്കെ ഗൈസ്, ഇത് മതി. ഇപ്പോഴത്തെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ പണി തുടങ്ങാം. ഫ്രണ്ടിൽ നമ്മൾ ഇപ്രാവശ്യം വാതിൽ നമുക്ക് ഡോറ് നമുക്ക് എവിടെ വെക്കുക? ഇവിടെ തുടങ്ങിയാലോ? ഇത് നന്നാവും. നമുക്ക് നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് വെക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി കോംബോ ആവണം. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നിന്നിട്ട് ഈ സൈഡിൽ നമുക്ക് വാൾപേപ്പർ വയ്ക്കാം. അതാവും എനിക്ക് വൃത്തി തോന്നുന്നത്. ഇനി അറിയില്ല, നമുക്ക് വെച്ച് നോക്കണം. നമ്മൾ ഇവിടെ വാതിൽ വെക്കാം കേട്ടോ. ഈ മുക്കി വാതിൽ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഒരു വീട് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അതെനിക്ക് വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ, അയ്യോ അത് വീഡിയോ എടുക്കാൻ മറന്നല്ലോ എന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിവിട്ടു. അതൊക്കെ നമ്മൾ അതിൻ്റെ വീഡിയോ നമുക്ക് ഇടാം. കാരണം അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതായത് വീട് പണി എടുക്കണമല്ല, കഴിഞ്ഞ വീട് ഞാൻ ഉണ്ടാക്കിയ വീട് ഫുൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വെക്കാൻ പറ്റും. എൻ്റെ മോനെപ്പോളി ഇതിനുള്ളിൽ കൃത്യം കൊള്ളും. ഓ, കിണ്ണം കാച്ചി പൊളിതാണ്. അടഞ്ഞു. നമുക്ക് ഗ്ലാസ് സെറ്റ് ചെയ്യാം. 1 2 3 4. യെസ്, ഫിനിഷ്. കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് മറക്കാട്ടോ എന്തെങ്കിലും വെച്ചിട്ട്. എനിക്ക് ബോറായതുകൊണ്ട് ഡൗട്ട്. കാരണം നമുക്കപ്പോൾ ഇവിടെ നമുക്ക് സങ്കടം തീർക്കാം. നമുക്ക് ഡബിൾ ഡോർ വയ്ക്കാം. അപ്പം കുറേ സ്പേസ് ഉണ്ടാവും. യെസ് ഗൈസ്, ഇനി നമുക്ക് ഇവിടെ ഈ വൈറ്റ് മാർബിൾ വെച്ചിട്ട് അടയ്ക്കാം കേട്ടോ. അതാണ് കുറച്ചുകൂടി വൃത്തി തോന്നുന്നത് എനിക്ക്. ഫുള്ള് വൈറ്റ് ആക്കില്ല നമ്മൾ. അപ്പം ഇന്നത്തെ നമ്മൾ എന്തായാലും ഈ വീടിൻ്റെ പണി മൊത്തത്തിൽ കഴിക്കുന്നുള്ള ഷുവറാണ്. ഒരു മാറ്റമില്ല. ഇന്നത്തെ നമ്മൾ ഈ വീടിൻ്റെ മൊത്തം പണി നമ്മൾ ഉറപ്പായിട്ടും തീർക്കണമായിരിക്കും. ഇതൊക്കെ ആവശ്യമില്ലാണ്ട് തൊടുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യമില്ലാണ്ട് തൊഴിൽ നമുക്ക് തൊട്ടല്ല വരിക. അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടം ഇവിടെ വെച്ചിട്ടായിരുന്നു വൈൻഡ് അപ്പ്. അപ്പോൾ നമുക്ക് അതൊന്ന് വൈൻഡ് അപ്പ് അത് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഇരുട്ടാവുന്നുണ്ടോ ഇല്ല, നമുക്ക് ബെഡൊക്കെ നമ്മുടെ ഇതിൽ സെറ്റാണ്. ഇപ്പോൾ തന്നെ കണ്ടോ അടിപൊളി ലുക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് നമുക്ക് ഉള്ളിലത്തെ പണി തുടങ്ങാം. ഓക്കെ, അയ്യോ ഉള്ളിലത്തെ പണി. അതിന് മുമ്പ് നമുക്കൊരു പണിയുണ്ട്. നമുക്ക് സ്റ്റെപ്പ് വയ്ക്കണ്ടേ? സ്റ്റെപ്പ് നമുക്ക് എന്താ വയ്ക്കുക ഗൈസ്? നമുക്ക് സ്റ്റെപ്പ് ഓറഞ്ച് കളർ വെച്ചാലോ? വേണ്ടേ, നമുക്കിതാ ഒരു ഡാർക്ക് ഓറഞ്ച്. അത് നമുക്ക് കോപ്പർ സ്റ്റേഴ്സ് വയ്ക്കാം കേട്ടോ. കോപ്പർ സ്റ്റേഴ്സ് 1 2 3 4. കുറച്ചൊന്ന് കിടന്നോട്ടെ, സീനൊന്നുമില്ല. ഇത് മതിയാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ താഴ്ന്നു കൂട്ടുക ഗൈസ്. നമ്മുടെ വീടിൻ്റെ ഉമ്മറാണ്. നമ്മൾ വീടിൻ്റെ ഉമ്മറ നോക്കാണ്ടാണ് വെച്ചത്. സാരില്ല. ഓക്കെ, രാത്രിയായി. നമുക്ക് ഇനി രാവിലെ ആയിട്ട് പണിയെടുക്കാം. നമുക്ക് ബെഡ് എന്തെങ്കിലും ഇവിടെ വയ്ക്കാം, വാഴടക്കി. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഉറങ്ങാം, രാവിലെ നീക്കാം. എടാ ഓക്കെ, നമുക്ക് ഉറങ്ങാം.
ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. നേരത്തെ വിളിച്ചു തോന്നുന്നു. ബെഡ് നമുക്ക് കളയാം, നമുക്ക് പണി തുടങ്ങാം. യെസ്, ലെറ്റ്സ് ഡു ദി വർക്ക്. വലിയ സ്പേസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഒന്ന് എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്യണ്ടേ? നമ്മൾ സ്റ്റെപ്സ് നമുക്ക് പണിയുണ്ട്. നമുക്കിത് ഇങ്ങനെ കൊടുക്കണം. നിങ്ങൾ വിചാരിക്കണം എന്താ ഫുള്ള് ഈ സാൻഡ് വെച്ചിട്ട് ചെയ്യണം. പക്ഷേ സാൻഡ് ചെയ്ത് എനിക്ക് ഇതിന് കുറച്ച് ഇൻട്രസ്റ്റ് ഇതാണ്. എനിക്കിഷ്ടപ്പെട്ട കളറല്ല, ഈ ഈ നമ്മുടെ ഈ റോക്കിലുള്ള കുറച്ച് അട്രാക്ഷൻ എനിക്കിതാണ് കേട്ടോ. ഓക്കെ, ഇത് രണ്ട് സൈഡും വയ്ക്കാം. പൊളി, ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കയറാൻ സ്റ്റേഴ്സ് വയ്ക്കാം. ഒരു സ്റ്റേഴ്സ് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട്. ഓക്കെ, പൊളി. 1 2 3 4 മേലേക്ക്. ഓക്കെ, ഇപ്പം നമുക്ക് ഇപ്പം നമുക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. പൊളി, ഉടച്ചേക്കാം. പൊളി. നമുക്ക് റൂമിൻ്റെ കാര്യങ്ങളായിട്ട് ചെയ്യാം. മേലെ ഇത് നമുക്ക് റൂമാക്കാം കേട്ടോ. ഈ കാണുന്ന റൂം, പിന്നെ ഈ കാണുന്ന നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വർക്ക് ഏരിയ എന്നൊക്കെ പറയുന്നത്. എന്താ പറയുക, ബാൽക്കണി നമുക്ക് അതാക്കാം. നമുക്ക് ഇവിടെ റൂം ഉണ്ടാക്കാം. ഇവിടെ ഇത് നമുക്ക് റൂമാക്കാം. അപ്പോൾ അതിൻ്റെ പരിപാടി നമുക്ക് തുടങ്ങാം. കല്ല് ഇപ്പം എന്ത് കല്ലെടുക്കുന്നതായിരിക്കണം. നമുക്ക് ഈ ഒരു കല്ലെടുത്താലോ? ഓ യെസ്, ഈ ഒരു കല്ല് നമുക്ക് എടുക്കാം. കോണി പൊതുവാ നമുക്ക് ഇവിടെ വയ്ക്കണോ? എന്ത് ചെയ്യുന്നതിന് മുമ്പ് തീരുമാനം അന്തിമമാണ്. നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം. മോതോടെ കിടന്നോട്ടെ, അതിൻ്റെ ആവശ്യമുണ്ട്. പൊള്ളി, യെസ്. അടിപൊളിയായിട്ട് നമുക്ക് മേലൊക്കെ ഇനി പണി വരികയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നേരെ ഫില്ല് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളിത് പണി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിൽ അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ചാൽ റൂമിൻ്റെ ഡോർ നമ്മൾ വെച്ചില്ല. നമുക്ക് ഈ സൈഡിൽ തന്നെ ഇത്ര വലിപ്പം ഉണ്ടാവണ്ട. നമുക്ക് ഇത് ഡബിൾ ഡോർ ആക്കണ്ട കേട്ടോ. ഇത് ഡബിൾ ഡോർ ആക്കണ്ടേ? നമുക്കുണ്ടോ ഇതൊരു അടിപൊളി. പക്ഷേ ഇത് ഞാൻ 2 അധികം വെച്ചു. ഇപ്പോൾ സെറ്റായില്ലേ? നമുക്ക് ബെഡ് നമുക്ക് യെല്ലോ പോലെ ബെഡ് നമുക്ക് ഇവിടെ ഇട്ടാൽ വേണ്ടി. യെസ്, നമുക്ക് ഇവിടെ ഇട്ട് വയ്ക്കാം ബെഡ് കേട്ടോ. അതോ ഇവിടേക്ക് വയ്ക്കാം. വേണ്ട, എനിക്കെടുത്ത് ഓക്കെ, നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ ഇല്ല, നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇതാണ് പൊളി, ഇതാണ് സെറ്റ്, ഇതാണ് പാകം. ഓക്കെ, നമുക്കിവിടെ വയ്ക്കണം. അടിപൊളിയാവും ഗൈസ്, കുഴപ്പമൊന്നുമില്ല. അത് ഇരുന്നോട്ടെ. നമുക്ക് ബെഡ് ഇങ്ങനെ വയ്ക്കാം. പിന്നെ അത് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് അടുത്ത പണി തുടങ്ങണം. ഒരു ബെഡ് റൂമുണ്ട്. പിന്നെ നമ്മൾ ഇവിടേക്ക് ഒരു മിനിറ്റ് ഓപ്പൺ കറോ ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ 2 ബെഡ് വയ്ക്കാം കേട്ടോ. ഈ ഒരു ഹൗസിൽ നമുക്ക് 2 എണ്ണം വയ്ക്കാം, 2 റൂം വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത് ഗ്ലാസ് വെച്ചൊന്ന് ഫില്ല് ചെയ്യാം. ഡോർ നമ്മൾ പിന്നെ വെച്ച കളറിനായിട്ട് വയ്ക്കുക. കാരണം ഡോർ പിന്നെ നമ്മൾ വേറെ വെച്ചാൽ അത് ബോറാവും. ഞാൻ വെക്കുന്ന ഇത് സ്റ്റോപ്പാവണത്. ഇത് വേറെ എവിടെയെങ്കിലൊക്കെ പോയിട്ടാവണം. അതാണ്. ഓക്കെ, അവിടെ നമുക്ക് റൂം, ഇവിടെ നമുക്ക് റൂം, അവിടെ നമുക്ക് റൂം മതി. പൊളി. ഇപ്പം തന്നെ അടിപൊളിയായിട്ടുണ്ട് ഏകദേശം. നമുക്ക് മേലെ ഫ്ലോറ് ഈ കല്ല് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യണം. അത് വേറെ നമുക്ക് വെച്ചാൽ പറ്റില്ല, അത് ബോറാവും. ഇതെന്താ അമർത്തി വരാത്ത? ചില സമയത്ത് അങ്ങനെ വന്ന് കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ.
ഫോണായണ്ടാ തോന്നുന്നു നല്ല ലാഗ് ഉണ്ട്. നമുക്കിത് വെക്കാൻ കൊടുത്താൽ നല്ല പണിയാണ്. പുറത്ത് ഒരു മഴച്ചാറൊക്കെ ഉണ്ട്, അത് നമ്മൾ കാര്യമാക്കുന്നില്ല. നമുക്കിത് വെക്കാം. 1 2 3 4 5 ആയപ്പോൾ ഫില്ലായിട്ടുണ്ട്. യെസ് ഗൈസ്, ഫൈനലി. ഇവിടെ നമുക്ക് ഇങ്ങനെ തോന്നി ഇരുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരുട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചാൽ, ഇന്നാൾ ഞാൻ ഇങ്ങനെ നോക്കി, ഞാൻ ആ വീഡിയോയിൽ കഴിഞ്ഞ വട്ടം പറഞ്ഞില്ല, ഞാനൊരു വീടുണ്ടാക്കിയിരുന്നു, വേറൊരു വീട്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സാധനം നമ്മൾ കണ്ടു, ഈ ഒരു ലൈറ്റ്. ഇതൊന്ന് വെച്ചാൽ മതി, നല്ല വെളിച്ചാ. ഇതിൻ്റെ പേരെന്താണ് എനിക്ക് ഓർമ്മ കിട്ടില്ല, എനിക്ക് നോക്കി നോക്കാം. ഇതിൻ്റെ പേരെന്താ? ബേക്കൺ. ഇത് ലൈറ്റ് തന്നെയാണോ എനിക്കറിയില്ല. ബേക്കൺ. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മതി. ഇവിടെ നമുക്കൊരു ഹാള്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സോഫ പോലെ എന്തെങ്കിലും വേണ്ടേ? നമുക്ക് ബെഡിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റണം കേട്ടോ. ബെഡിൻ്റെ കളർ നമുക്ക് റെഡ്, ബ്ലൂ, പച്ചയാക്കാം. നമുക്ക് സോഫ പോലെ എന്തെങ്കിലും വേണ്ടേ? 1 2 3 അതിൻ്റെ പറ്റില്ല. സോഫ പോലെയാക്കാം. ഓക്കെ, ഒരു 2 സോഫ ഇവിടെ, ഒരു അതെന്തിട്ട കളിയാണ് മാഷ എങ്ങനെ പറയുന്നത്? ഓക്കെ, പൊളി. ഇനി നമുക്ക് ഇവിടെ ഒരു ബെഡ് വേണം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഇവിടെ പറ്റി നോക്കി നോക്കാം. പൊളി. നമുക്കൊരു ലാമ്പ്. അയ്യോ, ഇതിൻ്റെ ഓക്കെ അല്ലേ? ഈ ഒരു ലാമ്പ് വെച്ച് നല്ല വെളിച്ചുണ്ട്. യെസ്, ഇതുപോലെ വേണ്ട, ഇതങ്ങനെ കണ്ടോടത്തൊക്കെ വെച്ചാലേ പണിയാ. ഓക്കെ, ഇത് മതി. ഇപ്പം നമുക്ക് ഒരു ഹാള് പോലെ. നമുക്ക് ഡൈനിങ് ടേബിളൊന്നും വേണ്ട കേട്ടോ, ഒക്കെ ഞാൻ ഇവിടെ തന്നതാ. നമുക്ക് എന്തൊരു ഫ്രെയിം വെച്ചില്ലെങ്കിൽ ഇത് രസം ഉണ്ടാവില്ല. നമുക്ക് 1 2 3 ഓക്കെ, അത് മതി. ഓക്കെ, ഇതൊക്കെ മതി, സെറ്റായിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ അടിപൊളിയായിട്ട് പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സാധനങ്ങളൊക്കെ. ഇതെന്തിന് 2 എണ്ണമൊക്കെ വയ്ക്കുന്നു? ഇവിടെ ഇപ്പം തന്നെ വെളിച്ചുണ്ട്, പക്ഷെ എന്നാലും ഒരു ഭംഗിക്ക് അവിടെ വയ്ക്കാം. ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് 4 പുറം എന്തെങ്കിലും വെക്കണ്ടേ? അത് നമുക്ക് കളയാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും മരം, നമ്മളിവിടെ ഇത്രയൊക്കെ വെച്ച് നമ്മൾ മരം മാറ്റിയതല്ലേ. അപ്പം ഇനി നമുക്ക് എന്ത് വെക്കുമെന്ന് ആലോചിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമുക്കൊരു ട്രീ പോലെ കിട്ടിയിട്ടുണ്ട്. ഓക്ക് സാപ്ലിങ്, ഡാർക്ക് ഓക്ക് സാപ്ലിങ്. ഇത് മതിയാവോ? ഇത് നമുക്ക് വെച്ച് നോക്കാം. ഇതോടെ ഇരിക്കില്ല തോന്നുന്നു. സാരമില്ല, നമുക്ക് ഒരു പണിയുണ്ട്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ പറിച്ച് കളയാട്ടോ. കളഞ്ഞിട്ടേ നമുക്ക് ആ സ്ഥലത്തൊക്കെ ഇത് കളഞ്ഞു വെച്ചാൽ എന്താവും? അതല്ല, അവിടെ ഇവിടെ. യെസ് ഗൈസ്, പൊള്ളി. യെസ് ഗൈസ്, നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇവിടെ നാച്ചുറലായിട്ട് നമുക്കിത് കൊടുപ്പിക്കാം. അത് തന്നെ, അത്രേ ഉള്ളൂ. സാധനം കിടു സാധനം. ഇത് പോരെ? ഇപ്പം തന്നെ ഒരുപാടായി. ഉറക്കം നമുക്ക് ഇവിടെ നിന്ന് കിടന്ന് ഉറങ്ങാമല്ലോ. രാത്രിയായി. യെസ്, രാത്രിയായി. നമുക്ക് ഉറങ്ങാം. ഇനി രാവിലെ ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ ബെഡ്റൂമൊക്കെ സെറ്റായിട്ട് നമുക്ക് മേലെ പോയിട്ട് ബെഡ് വെച്ചാലോ? ഓക്കെ,
ഇത് പൊള്ളിയാട്ടോ, വേറെ ലെവലായിട്ടുണ്ട് വീട്. ഓ, പുറത്ത് മഴ ഉണ്ടോ? ഇല്ല, ഇത് രാവിലെ ഒരു കോടൽ മഞ്ഞ് പോലെ എന്തോ ഒന്ന് കണ്ടു. ബെഡിൻ്റെ കളറ് ബെഡ് പക്ഷെ വയലറ്റ് ബെഡ് പോരട്ടെ. 2 ബെഡിന് വേണം. സൈഡിക്കാണ് വേണ്ടിച്ച് നമുക്ക് സൈഡിക്ക് നമ്മളാക്കുന്നതായിരിക്കും. ഒരു ബെഡ് മതിയാവും. ഒരു ബെഡ് മതിയാവുമോ? ഒരു ബെഡ് കൂടി വെക്കണോ? 2 ബെഡ് ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു ബെഡ് മതി കേട്ടോ. ഇവിടെ ഒരു ബെഡിനുള്ള സ്പേസേ ഉള്ളൂ. ഓക്കെ, ഒരു ബെഡ് മതി. ഇവിടെ ലൈറ്റിന് നമുക്കൊരു പ്രശ്നമില്ല. ഓക്കെ ഗൈസ്, ഇത് മതി എൻ്റെ ഒരു ഊഹം. ബാൽക്കണി നമുക്കിനി ഇത് ഇവിടെ എത്ര മതി. ഇവിടെ എത്ര ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പുറത്ത് നമ്മൾ നാച്ചുറലായിട്ട് ജീവിക്കുന്നതൊക്കെ പണ്ടോടത്തൊക്കെ എന്താണ് നമുക്ക് ക്രിസ്റ്റൽ വെക്കണം. നമുക്കൊരു ക്രിസ്റ്റൽ നമുക്ക് ഇതെന്താ സാധനം? ഓ, ഫോണച്ച ലേഗ് അടിക്കുന്നു ഗൈസ്. ഇതെന്ത് സാധനം? ബുക്സോ? എൻ്റെ പൊന്നെ, എത്ര ബുക്കാ? നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ക്രിസ്റ്റൽ ഇപ്പോൾ എവിടെ കിട്ടും? യെസ്, ഒരു ചെറിയ ക്രിസ്റ്റൽ മതി. ബെഡ് പോ, ക്രിസ്റ്റൽ വാ. ഓ, നമുക്ക് ചെറിയ ക്രിസ്റ്റൽ നമുക്ക് അവിടെ എങ്ങനെ വയ്ക്കാം? നമുക്ക് ചെറിയ അലങ്കാരം പോലെ ക്രിസ്റ്റൽ നമുക്ക് ഇവിടെ വയ്ക്കാം കേട്ടോ. യെസ് ഗൈസ്, ക്രിസ്റ്റൽ വെച്ച് പൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമുക്കൊന്നും വേണ്ട. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നമുക്ക് കൊടുന്ന് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇറങ്ങാം. യെസ് ഗൈസ്, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓപ്പൺ, ഇത്ര സ്പേസ് മതി. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ പണി. അപ്പോൾ നമുക്ക് പുറത്തല്ല, നമുക്ക് വീടിന് മേലെ കയറണ്ടേ. ഒരു മിനിറ്റ്, നമുക്ക് വീടിൻ്റെ റൂഫ് ടോപ്പിൽ പോവാം. നമുക്ക് ഇതെന്താ? പോസ് ഡെത്ത് പാത്ത് ഉണ്ട്. ഒരു മിനിറ്റ്, നമുക്ക് നമുക്ക് ഡേർട്ട് എടുക്കാം. ഡേർട്ടിന് ആവശ്യമുണ്ട്. ഇതിൽ ഡേർട്ട് കൊള്ളുമോ? യെസ്. നമ്മൾ മ്യൂസിക് ബാൻഡ് പോലത്തെ സാധനം വെച്ചു. അത് എനിക്ക് ഞാൻ അടിക്കുന്നില്ല. ഓക്കെ, സെറ്റാക്കാം. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഇതിങ്ങനെ ഐസായിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ. നമുക്കിത് വെച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരുവിധം ഇതിങ്ങനെ വെച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് പകുതിയായി. ഇത് വെക്കുമ്പോൾ ഭ്രാന്താവുന്നുണ്ട്. ഓ, മഴ പൊളി. നമ്മൾ വിട്ട് കൊടുക്കില്ല. നമ്മൾ കേരളയിലല്ല. അപ്പോൾ നമ്മൾ മഴയത്ത് നിന്നിട്ട് തന്നെ വന്നില്ല. നമ്മൾ കുറേ മഴയത്ത് കളിച്ചതാ. അപ്പോൾ നമുക്ക് പിന്നെ ഈ മഴ അല്ല ഗൈസ്, ഞാൻ പറയാൻ മറന്നു. വീഡിയോ കാണാൻ പകുതി വരും. സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ തന്നെയാണ് വീഡിയോ കാണുന്നത്. ലൈക്കൊന്നും ചെയ്യില്ല. പക്ഷെ നിങ്ങൾ കാണുന്നത് എനിക്ക് കാണാം. നിങ്ങൾ കുറേ പേര് കാണുന്നുണ്ട്. പക്ഷെ ആരും സബും ലൈക്കൊന്നും ചെയ്യാതെയാണ് പോണത്. അപ്പോൾ എല്ലാവരും സബ് ചെയ്യാൻ നോക്കുക. സബും ലൈക്കൊക്കെ ചെയ്താൽ എനിക്കത് സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് പകുതിയൊക്കെ മൈൻക്രാഫ്റ്റിലും മഴ, എൻ്റെ വീട്ടിലും മഴ. വീട്ടിലല്ല കേട്ടോ, സോറി, നാട്ടിൽ. ക്ഷമിക്കാം, ആർക്കും ഒരബദ്ധം പറ്റും. മൈൻക്രാഫ്റ്റിലും മഴ, എൻ്റെ നാട്ടിലും മഴ. നിങ്ങളുടെ അവിടെ മഴ ഉണ്ടെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ഇനിയും പണി ഉണ്ട്.
യെസ് ഗായ്സ്, നമ്മൾ ഫൈനലി ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വൈറ്റ് വൂള്, നമുക്ക് വൂളല്ല പയ്യൊക്കെ ഇവിടെ പോകുന്നുണ്ട്. നമുക്ക് വെള്ളത്തിൽ വേണ്ടി വേണ്ട നമുക്ക് സാൻഡ് കൊണ്ടുള്ള വീഡിയോ. സാൻഡ് എന്താ ഇപ്പം ഇഷ്ടം? സാൻഡ് ഈ ഹൈറ്റ് മതിയാകണം. ഗൈസ്, നമ്മൾ ഈ ഒരു ഹൈറ്റിലാണ് പണി നോക്കുകയാണ്. പൊളി നമ്മൾ ചെറിയൊരു പൂള് നമ്മൾ നോക്കാൻ കേട്ടോ. പൂളോട് വെച്ച സംഭവം സെറ്റ്. അപ്പോൾ ഗൈസ്, നമുക്ക് പൂള് വെച്ചിട്ട് കാണാം, അല്ലെങ്കിൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബോറാണ്. ഈ വീഡിയോ എല്ലാവർക്കും ബോറാണ്, കാരണം അത്യാവശ്യം നല്ല ലെങ്ത്തായിട്ടുണ്ടാവും ഇപ്പം തന്നെ. അപ്പോൾ ഞാൻ അതാണ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെ കഴിഞ്ഞിട്ട് കാണാനൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കിത് ഞാൻ ഫുള്ള് വെള്ളം നിറച്ചിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, ഇത് നമുക്ക് കളിക്കാനൊന്നല്ല കേട്ടോ. നമുക്ക് കളിക്കാം, നമുക്ക് വേണം കളിക്കാം, അതിനൊന്നും ഒരാഴ്ചയില്ല. നമ്മളിത് വെറുതെ ഒരു ഷോക്ക് പോയി. അപ്പോൾ ഗൈസ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ എന്താല്ലേ പറയുന്നതിലൊക്കെ തെറ്റ്, നമുക്കതിൽ വീണ്ടും പറയാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ എല്ലാവരും തെറ്റുന്നുണ്ടല്ലോ, എന്താ പറയണ്ടല്ലോ ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇത്രയും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ പൂളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൂള് നിങ്ങൾ തന്നെ കണ്ടല്ലേ വീടിൻ്റെ ഉള്ളിൽ. യെസ് ഗൈസ്, നമുക്ക് മഴയാണ്, നമുക്ക് സ്റ്റെപ്പ് ഉള്ളിൽ കയറി. യെസ് ഗൈസ്, അപ്പോൾ വീട് എന്തൊക്കെ പറയുന്നില്ല, വീടിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ആയിട്ടില്ല. പുറത്ത് മഴ. ഇനി നമുക്ക് മഴ പെയ്യുന്നത് എനിക്കറിയില്ല. ഇതൊരു വ്യൂ നമുക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും കാണാം. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പോവാം. ഉറങ്ങാൻ സ്റ്റേജിലാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീണ്ടും പറയാണ്, ആരും ചെയ്യുന്നില്ല, കുറച്ച് പേരൊക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇപ്പം ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് ബൈ.